ജയചന്ദ്രൻ, ഈ സാമ്പത്തിക കാര്യങ്ങൾ സർക്കാർ നോക്കേണ്ടതില്ല എന്ന് പറയുമ്പോഴും ഇത് വലിയ നാണക്കേട് സർക്കാരിന് ഉണ്ടാക്കിയിരിക്കുകയാണല്ലോ. സർക്കാരിൻ്റെ ഒരു ഭരണ നേട്ടം എന്ന രീതിയിലാണ് ആഗോള അയ്യപ്പ സംഗമത്തെ ഷോക്കേസ് ചെയ്തിരുന്നത്. അവിടെ അയ്യപ്പൻ്റെ ഖ്യാതി ലോകമെമ്പാടും വ്യാപിപ്പിക്കാനാണ് ഈ ശ്രമം എന്നൊക്കെ പറഞ്ഞ് വീമ്പടിച്ചിരുന്നതാണ്. പക്ഷേ അവിടെയാണ് ഇത്ര വലിയ നാണക്കേട്. ഇത് സ്വാഭാവികമായിട്ടും സർക്കാർ മറുപടി പറയേണ്ട ഒന്ന് തന്നെയാണല്ലോ. അല്ലാതെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല, അതൊരു സ്വതന്ത്ര ബോഡിയാണ് എന്ന് പറഞ്ഞ് ഇനി എത്ര നാൾ കൈകഴുകിയിരിക്കാൻ പറ്റും? ശ്രീ മഞ്ജുഷ, ഞാൻ ഒരു കാര്യം ഒന്ന് പൂർത്തിയാക്കിക്കൊള്ളട്ടെ. പ്രശ്നമല്ലല്ലോ, കൈ കഴുകുകയാണ് ഇപ്പോൾ. അല്ല, ദേവസ്വം മന്ത്രിയുടെ ഓരോ സ്റ്റേറ്റ്മെന്റും എടുത്ത് നോക്കിക്കോളൂ. എനിക്കൊരു ഉത്തരവാദിത്വമില്ല, ഞങ്ങൾക്കൊരു ഉത്തരവാദിത്വമില്ല എന്ന് പറയുകയാണ്. അല്ലത് പറയട്ടെ, ഞാൻ പറയട്ടെ മഞ്ജുഷ. ഇപ്പോ അദ്ദേഹം ഈ ശബരിമല ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം നിയമസഭയിൽ വരുമ്പോൾ ആ ചോദ്യത്തിന് മറുപടി എവിടെ നിന്നാണ് ലഭിക്കുന്നത്? ദേവസ്വം വകുപ്പിൽ നിന്നാണോ? അല്ലല്ലോ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ്. ആ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മന്ത്രിക്ക് കൊടുക്കുന്ന മറുപടിയാണ് മന്ത്രി നിയമസഭയിൽ സബ്മിറ്റ് ചെയ്യുന്നത്. അതിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ഡയറക്റ്റ് ഉത്തരവാദിത്വം ഉണ്ടോ? അദ്ദേഹത്തിന്റെ ഓഫീസിന് എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടോ? ഇല്ലല്ലോ. ഇത് ഓട്ടോണമസ് ബോഡിയാണല്ലോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. അവരാണ് അതിന്റെ കണക്കുകൾ കൊടുക്കുന്നത്. ആ കണക്കാണ് നിയമസഭയിൽ മന്ത്രി അവതരിപ്പിച്ചത്. അയ്യപ്പന്റെ പ്രചരണാർത്ഥമല്ലല്ലോ ഈ ഒരു ട്രേഡ് ഫെയർ അല്ലല്ലോ അവിടെ സംഘടിപ്പിച്ചത്. അങ്ങനെ അതിനെ വ്യാഖ്യാനിക്കുകയൊന്നും വേണ്ട. അവിടെ എന്താണ് ആർക്കാണ് ഇതുകൊണ്ട് പ്രയോജനം കിട്ടിയത്? മഞ്ജുഷ ശരിയായി പറഞ്ഞതുപോലെ അവിടെ ഈ നിലയ്ക്കലും പമ്പയിലും സന്നിധാനത്തും എന്താണ് മാസ്റ്റർ പ്ലാൻ ഡെവലപ്മെന്റ് ഉണ്ടാകേണ്ടത്, എങ്ങനെയൊക്കെയാണ് അത് സംബന്ധിച്ചുള്ള ഡീപ് ഡിസ്കഷൻസ് ആണ് അവിടെ തീരുമാനിച്ചിരുന്നത്. അതിനുള്ള ഷോക്കേസിംഗ് ആണ് അവിടെ നടത്തിയത്. അതവിടെ നടക്കുകയും ചെയ്തു. അതല്ലാതെ മറ്റെന്താണ് അതിന്റെ പ്രയോജനം എന്നൊക്കെ ചോദിക്കുന്നവരോട് നമുക്ക് മറുപടി പറഞ്ഞ് തർക്കിച്ചു നിൽക്കാൻ ഞാനില്ല. ഏതായാലും തർക്കമുള്ളവർക്ക് തർക്കിക്കുകയും ചെയ്യാം, അതിലൊന്നും എനിക്ക് എതിർപ്പുമില്ല. പക്ഷേ അത് വസ്തുത അതാണല്ലോ, നടന്ന അതാണല്ലോ. കാരണം ഞാൻ അവിടെ ഉണ്ടായിരുന്ന ആളാണ്, ഈ ചർച്ചകളിലെല്ലാം പങ്കെടുത്ത ആളുമാണ്. അതുകൊണ്ട് എനിക്ക് നേരിട്ട് പറയാനും കഴിയും. ഈ ദേവസ്വം ബോർഡ് ഇപ്പോഴത്തെ പുതിയ പ്രസിഡന്റ് നവംബർ 15-നോ 16-നോ ചുമതല അദ്ദേഹത്തെ ഏൽപ്പിക്കാൻ പോകുന്നത് ഗവൺമെന്റ് പറഞ്ഞതിന് ശേഷം മാധ്യമങ്ങൾ അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹം പറയുന്നുണ്ടല്ലോ, എനിക്ക് 2 വർഷമാണ് കാലാവധി. അപ്പൊ ഈ പ്രോജക്റ്റ് ശബരിമലയുടെ മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കാനായിട്ട് മണ്ഡല മകരവിളക്ക് ഉത്സവം കഴിഞ്ഞ പ്രാഥമിക കാര്യങ്ങൾ തുടങ്ങാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനാണ് പ്രാഥമികമായിട്ട് 1 വർഷം മാത്രം കാര്യങ്ങൾ ചെയ്യാൻ. ബാക്കി വരുന്ന 1 വർഷം കൊണ്ട് എത്രത്തോളം ചെയ്യാമെന്ന് നോക്കാം. ഇതാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പോ മണ്ഡല മകരവിളക്ക് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതിന്റെ പിന്നാലെ വരുന്നത് ഈ വിവാദമാണല്ലോ. ആയിക്കോട്ടെ, ആ വിവാദം ഉണ്ടാകുന്നതിൽ ഒരു തെറ്റുമില്ല. കാരണം അത്തരത്തിലുള്ള വീഴ്ചകൾ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടാണ് നമ്മളൊക്കെ ഈ വിവാദം ചർച്ച ചെയ്യുന്നത്. ഞാനും ആ വിവാദത്തിൽ വിമർശിക്കുന്ന എല്ലാവരും തന്നെയാണ്, ഞങ്ങൾക്കറിയാമല്ലോ. ഇന്നും അത് ഈ ചർച്ചയിൽ വിമർശിച്ചു തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷെ ഞാൻ അന്ധമായിട്ട് ആരെയും കുറ്റപ്പെടുത്താനൊന്നുമില്ല. ഇവിടെ വീഴ്ച വന്നിട്ടുണ്ട്. വീഴ്ച വന്നിട്ടുള്ള ഇപ്പൊ പറഞ്ഞല്ലോ, കിടക്കയുടെ കാര്യം പറഞ്ഞല്ലോ. ഈ കിടക്കയുടെ ബില്ലില്ലെങ്കിൽ എന്തുകൊണ്ട് ഈ 50 കിടക്കയുടെ ബില്ലില്ല എന്ന് ഈ ദേവസ്വം കമ്മീഷൻ ഓഫീസിൽ ഒന്നും ചോദിക്കണ്ടേ? ചെയ്യുന്നത് അങ്ങനെയാണല്ലോ. മറ്റേ ആരുടെയെങ്കിലും ബില്ല്, ട്രാൻസ്പോർട്ടേഷന്റെ ബില്ല്, ഈ ബില്ലിനകത്ത് ഇത്ര രൂപയുടെ ഒരു വ്യത്യാസം കാണുന്നുണ്ടല്ലോ. ഇതെങ്ങനെയാണ് സംഭവിച്ചത്? പ്രോസക്ക് ഇതെല്ലാം അറിയാൻ പറ്റൂ. ഇത് ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത് മഞ്ജുഷക്ക്. അത്തരത്തിലുള്ള പണി അവർ ചെയ്തിട്ടില്ല. അവരെടുക്കേണ്ട പണി അവരെടുത്തില്ല. നേരെ അത് സ്പെഷ്യൽ കമ്മീഷണർക്ക് കൊടുത്തു. അദ്ദേഹം സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനെ പണി ചെയ്തു. അദ്ദേഹം ഹൈക്കോടതിയിൽ സബ്മിറ്റ് ചെയ്തു. ഇനിയിപ്പോ 17-ാം തീയതി ബോർഡ് യോഗമുണ്ട്. അതിനുശേഷം 27-ാം തീയതി ഹൈക്കോടതി കേസ് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ 17-ാം തീയതി അവർ തീരുമാനം എടുക്കണം. എടുത്തേ പറ്റൂ. എടുത്തിട്ട് ഹൈക്കോടതിയിൽ അഭ്യർത്ഥിക്കേണ്ടി വരും. പിന്നെ മറ്റൊരു കാര്യമുണ്ട് കേട്ടോ, നമ്മൾ പൊതുവെ കാണാത്തൊരു കാര്യമുണ്ട്. നവംബർ 15-ന് ശേഷം 30-നകം, കൃത്യമായ ഡേറ്റ് ഇപ്പൊ ഇല്ലാത്തതുകൊണ്ടാണ്, ഒരിടക്കാല ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഹൈക്കോടതിയിൽ തന്നെ. അത് ഇതിൻ്റെ ഇടയ്ക്ക് നടന്നിട്ടുണ്ട് കേട്ടോ. അതിനെ സംബന്ധിച്ച് ഈ റിപ്പോർട്ടിൽ പരാമർശമില്ല എന്നുള്ളത് വേറൊരു കാര്യം. അത് പക്ഷേ അന്ന് ദേവസ്വം കമ്മീഷണർ ഓഫീസിലും ആവശ്യമായ പരിശോധനകൾ അവർ നടത്തിയിട്ടുണ്ട്. എന്നിട്ടാണ് ഇത് കൊടുത്തേക്കുന്നത്. അതും അതിന്റെ പ്രത്യേകതയാണ്. അത് ഇവിടെ വന്നിട്ടില്ല. ഹൈക്കോടതി സ്വാഭാവികമായിട്ട് 27-ാം തീയതി ഇതിൽ ഒരു തീരുമാനം വരുമ്പോൾ, അല്ലെങ്കിൽ ഇടക്കാല ഉത്തരവ് എന്തെങ്കിലും വരുമ്പോൾ അതിൽ ഹൈക്കോടതി ഉത്തരവിന്റെ ഭാഗമായിട്ട് ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.